യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2 രാവിലെ 10:30 മുതൽ. സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ, എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം, കുറുക്കഞ്ചേരി. കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളാണ്. ഇസ്രയേലിനെ വിളിക്കാനായിട്ട് ജോസഫ് തൻ്റെ സഹോദരങ്ങളെ അയക്കുമ്പോൾ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, മിസ്രൈമിലുള്ള എൻ്റെ മഹത്വം നിങ്ങൾ എൻ്റെ അപ്പനോട് പറഞ്ഞാട്ടെ എന്ന്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്. ചിലരെ കർത്താവ് ജാതികളുടെ മഹത്വത്താൽ നിറയ്ക്കുകയാണ്. ആ മഹത്വത്തെ കാണാൻ കഴിയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന വിധത്തിൽ, മറ്റുള്ളവർ അതിശയിക്കുന്ന വിധത്തിൽ ചിലത് നിങ്ങളുടെ ലൈഫിൽ ഈ ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. ഇന്ന് പറയുന്ന ഓരോ വേർഡും നിങ്ങളുടെ ലൈഫിനോടുള്ള പ്രൊഫറ്റിക് വേർഡാണ്. അതിനെ ഏറ്റെടുത്താട്ടെ, അതിനെ സ്വന്തമാക്കിയാട്ടെ. ഈ നാളുകളിൽ കർത്താവ് ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അടുത്തിരിക്കുന്നവരോട് പറ, ആളുകൾ ഞെട്ടുന്ന വിധത്തിൽ ഫലമുണ്ടാകും. ആളുകൾ ഞെട്ടുന്ന വിധത്തിൽ റിസൾട്ട് ഉണ്ടാകും. ആളുകൾ ഞെട്ടുന്ന വിധത്തിൽ ഫലമുണ്ടാകും. ആളുകൾ വെട്ടുന്ന വിധത്തിൽ ഫലമുണ്ടായി നിന്റെ നിന്ന് നീങ്ങിപ്പോകും. ഫലമുണ്ടായി നിന്റെ നിന്ന് നീങ്ങിപ്പോകും. റിസൾട്ട് ഉണ്ടായി നിന്റെ നിന്ന് നീങ്ങിപ്പോകും. ഓ, പഠിച്ചിട്ട് റിസൾട്ട് ഇല്ല, അധ്വാനിച്ചിട്ട് റിസൾട്ട് ഇല്ല, അതിൽ റിസൾട്ട് ഉണ്ടായിട്ട് നിന്ന് നീങ്ങിപ്പോകും. ചികിത്സിച്ചിട്ട് റിസൾട്ട് ഇല്ല, റിസൾട്ട് ഉണ്ടാകുന്നു, റിസൾട്ട് ഉണ്ടാകുന്നു, റിസൾട്ട് ഉണ്ടാകുന്നു. ഓ, ആ റിസൾട്ടിന് എന്തിനെ? ഒരു റിസൾട്ടും കൂടെ എൻ്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. എസെക്കിയേൽ 36:23. ജാതികളുടെ ഇടയിൽ അശുദ്ധമായി പോയ, അവരുടെ ഇടയിൽ അശുദ്ധമായി പോയ എൻ്റെ മഹത്തായ നാമം ഞാൻ വിശുദ്ധീകരിക്കും. നിങ്ങൾ നിമിത്തം യേശുവിൻ്റെ നാമം ഉയരുവാനിടയാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പേരിൽ യേശുവിൻ്റെ നാമം അറിയപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. നിങ്ങളോടൊപ്പം ചേർത്ത് വെച്ച് യേശുവിന്റെ പേര് പറയാൻ തുടങ്ങും. യേശുവിനെ ആരാധിക്കാൻ പോയ സൂസിയില്ലേ, യേശുവിനെ ആരാധിക്കാൻ പറഞ്ഞ സതിയില്ലേ, യേശുവിനെ ആരാധിക്കാൻ പോയ പ്രിയയില്ലേ എന്ന് പറയുന്നൊരു സീസൺ വരുന്നു. എന്റെ യേശുവിന് ഇഷ്ടമുള്ളൊരു കാര്യം പറയട്ടെ. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവമെന്ന് പറയാൻ ദൈവത്തിന് ഇഷ്ടമാ. അബ്രഹാമേ, നിനക്ക് എല്ലാ ക്വാളിറ്റി ഉണ്ടോ? ഇസഹാക്കേ, നിനക്ക് എല്ലാ ക്വാളിറ്റി ഉണ്ടോ? ഇല്ലില്ല. ഇസഹാക്കും പറഞ്ഞു, എൻ്റെ ഭാര്യയല്ല, എൻ്റെ പെങ്ങളാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്.
എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. നിന്റെ പേര് ചേർത്ത് വെച്ച്, കർത്താവിന്റെ പേരിനോട് ചേർത്ത് വെച്ച് ആളുകൾ പറയാൻ തുടങ്ങുക. യേശുവിനെ സേവിച്ച ജോൺദാരും ഉണ്ടല്ലോ, യേശുവിനെ ആരാധിക്കാൻ പോയ ഇന്നയാളുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു കാലം വരുന്നു. ഹല്ലേലൂയ. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വാചകം കൂടെ പറയട്ടെ. ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, ധാന്യം വിളിച്ചു വരുത്തി വർദ്ധിപ്പിക്കും. ഈ ധാന്യം വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു ചെടിയുടെ മേൽ ധാന്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിനെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വാഭാവികമായ റിസൾട്ടിനേക്കാളും സ്വർഗീയമായ റിസൾട്ടിനെ ദൈവം കൊണ്ടുവരുമെന്ന്. എന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് കായ്ക്കാൻ ഒരു പരിധിയുണ്ട്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ റിസൾട്ട്. ഇത്രയാണ് അതിനത് നെൽമണി ഉണ്ടാകുക, ഇത്രയാണ് തേങ്ങ ഉണ്ടാകുക, ഇത്രയാണ് ഫലം ഉണ്ടാകുക. പക്ഷെ കർത്താവ് പറയാം, ഞാൻ ചിലതിനെ വിളിച്ചു വരുത്തുമെന്ന, റിസൾട്ടിനെ വിളിച്ചു വരുത്തുമെന്ന. ഞാൻ ചിലരോട് ദൂത് പറയുക, നിന്റെ വീട്ടിൽ ചിലതിനെ ദൈവം വിളിച്ചു വരുത്തും. നിന്റെ ശുശ്രൂഷയിൽ ചിലതിനെ വിളിച്ചു വരുത്തും. നീ ചിലതിനെ വിളിച്ചു വരുത്തും. ചിലതിനെ വിളിച്ചു വരുത്തുന്ന ഇതിനകത്ത് ഈ ഹോളിനകത്തെ തീപന്തങ്ങൾ പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യക്തികളുടെ തലകളിൽ വ്യാപരിക്കുന്നത് കാണാം. ചിലർ പന്തങ്ങൾ പോലെ ജ്വലിക്കുകയാണ്. Receive right now. Receive right now. Receive right now. Receive right now. എന്ന് പറഞ്ഞാൽ നിന്റെ റിസൾട്ടിനകത്തേക്ക് ദൈവം കയറി വരാൻ പോകുകയാണ്. ആര് വിളിച്ചു വരുത്തുമെന്നാ പറഞ്ഞേ? ഞാനല്ല. സ്വർഗം പറയാം, ഞാൻ തന്നെ നിനക്ക് റിസൾട്ട് ഉണ്ടാക്കി തരുമെന്ന്. ഞാൻ തന്നെ നിനക്ക് വേണ്ടി വർധനവിനെ ചെയ്യുമെന്ന്. I will produce a result for you. ഒരു വാചകം കൂടെ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞിട്ട് അടുത്ത ദൂതിലേക്ക് പോകാം. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്ന സ്വർഗം നിനക്ക് വേണ്ടി ഇന്ന് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുകയാണ്. ആരോഗ്യം വിളിച്ചു വരുത്തുന്നു, നല്ല സ്കിൻ വിളിച്ചു വരുത്തുന്നു, നല്ല ഹാർട്ട് വിളിച്ചു വരുത്തുന്നു, നല്ല ആരോഗ്യം വിളിച്ചു വരുത്തുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇല്ലാത്തത് വരുന്നു, ഇല്ലാത്തത് ഉളവാകുന്നു, ഇല്ലാത്തത് ഉളവാകുന്നു. നിങ്ങളോ ദൈവത്തിന്റെ പുരോഹിതന്മാരെന്ന് വിളിക്കപ്പെടും, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് നിങ്ങൾക്ക് പേരാകും. ജാതികളുടെ സമ്പത്ത് നിങ്ങൾ അനുഭവിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അവരുടെ മഹത്വത്തിന്റെ അവകാശികളാകും, അവരുടെ മഹത്വത്തിന്റെ അവകാശികളാകും. ജാതികളുടെ മഹത്വം നിങ്ങൾ അനുഭവിക്കും, ജാതികളുടെ മഹത്വം നിങ്ങൾ അനുഭവിക്കും. യാക്കോബിന്റെ അടുക്കൽ ജോസഫ് പറഞ്ഞയക്കുക. നിങ്ങൾ ചെന്നിട്ട് ജോസഫ് എന്ന് പറഞ്ഞയക്കുക, നീ ചെന്നിട്ട് എന്ത് പറയണം? എൻ്റെ അപ്പനോട് മിസ്രയീമിലുള്ള എൻ്റെ മഹത്വം ചെന്ന് പറയണമെന്ന്. മിസ്രയീമിൻ്റെ മഹത്വം ചെന്ന് പറയാൻ ആണ് തൻ്റെ സഹോദരന്മാരെ യോസഫ് പറഞ്ഞയച്ചത്. ഒരു ഹല്ലേലൂയ പറയാവോ? മിസ്രയീമിൻ്റെ മഹത്വം കാണാന് യാക്കോബ് അല്ലെങ്കിൽ ഇസ്രായേൽ ഈജിപ്തിലേക്ക് വന്നത്. ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ജാതികളുടെ സമ്പത്ത് പുതിയ നിയമത്തിലെ വ്യവസ്ഥയാണ്. മിസ്രയീമിന്റെ സമ്പത്ത് പുതിയ നിയമത്തിലെ വ്യവസ്ഥയാണ്. സമ്പത്തല്ല, മഹത്വമുള്ളത് നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാ പറഞ്ഞ നാണത്തിന് പകരം ഇരട്ടിയായി. പറ പറ പറ. നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം ഉണ്ടാകും. 5-6 പേരുടെ കൈ കൊടുത്തിട്ട് പറ, നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം ഉണ്ടാകും. ലജ്ജയ്ക്ക് പകരം തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. കൈകളുടെ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. അടുത്ത വാചകങ്ങൾ പറയുന്നത് നിങ്ങൾ പിന്നീട് വായിച്ചോണം. ശൂന്യമായ പല ഇടവും ഞാൻ പണിയുവാനിടയാകും. ഇന്ന് നിന്റെ വീട്ടിലെ ശൂന്യതകൾ എവിടെയാണോ ശൂന്യമായി കിടക്കുന്നത്, ആ സ്ഥലത്ത് ദൈവം പണിയും. ശൂന്യമായി കിടന്നത്, അടുത്ത വാചകന്റെ കൂട്ടത്തിൽ എഴുതിയിരിക്കുന്നത്, ശൂന്യമായി പോയി, ഇടിഞ്ഞുപോയി, ആ ഇടിഞ്ഞതിനെ ദൈവം പണിയും. ശുശ്രൂഷകരെ, ഇതിനകത്തിരിക്കുന്ന ചില ശുശ്രൂഷകരോട് നേരിട്ട് പറയുക, ഇടിഞ്ഞുപോയി, എന്നാൽ ദൈവം പണിയുകയാണ്. ശൂന്യമായി പോയി, ഒന്നുമില്ലെന്നാ തോന്നുന്നത്, ഇപ്പോൾ പണിയുകയാണ്. നീതാ ശൂന്യമായതിൽ നിന്ന്, ഇടിഞ്ഞു പോയതിൽ നിന്ന് അനുഗ്രഹത്തിനകത്തേക്ക് കയറുകയാണ്. കൈകളടിച്ചുരി ഹല്ലേലൂയ പറ.
കൈകളടിച്ചു ഹല്ലേലൂയ പറ. എനിക്ക് 2-3 ദൂതും കൂടെ പറയാനുണ്ട്. എത്ര പേർക്ക് എൻ്റെ കൂടെ വരാനുണ്ട്? ഓടി പറയുക, കൂടെ എത്തിക്കണം. എൻ്റെ കൂടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശൂന്യമായത് മാറ്റപ്പെടും. നിന്റെ വീട്ടിലെ ശൂന്യത മാറും. നിന്റെ ആത്മീയ ശൂന്യത മാറും. നിന്റെ ആത്മീയ ഇടിവുലുകൾ മാറിയും. നിന്റെ ആത്മീയ ഇടിച്ചുകൾ മാറും. പകരം നീ പണിയപ്പെടും. നിന്റെ ശൂന്യത നീക്കപ്പെടും. നീ പണിയപ്പെടും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. എവിടെയൊക്കെയാണോ ശൂന്യത ഉണ്ടായത് അവിടെയൊക്കെ പണിയപ്പെടും. അവിടെയൊക്കെ പണിയപ്പെടും. കൂടെ ഉണ്ടെങ്കിൽ ആമേൻ പറ. നീ പകൽ പണിയപ്പെടുന്ന പകലാണ്. യെരമ്യാവിന്റെ ദിവസം 32-39 അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാ. ഞാൻ അവർക്ക് ശേഷം മക്കൾക്കും ഗുണം വരത്തക്കവണ്ണം എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഏക മാർഗം കൊടുക്കും. നിങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന ഒരു നന്മയുടെ സീസൺ തുടങ്ങുന്നു. ഒരു നന്മയുടെ സീസൺ തുടങ്ങുന്നു. നിങ്ങളുടെ കൊച്ചുമക്കൾ പോലും നിങ്ങളുടെ നന്മ കാണാൻ പോകുന്നു. മകന്റെ മകൻ എന്ന് പറഞ്ഞാൽ ജോഹിക്ക് ഒരു കൊച്ചുണ്ടായി, ജോഹയുടെ കൊച്ചിനെയും കൂടെ കാണുമെന്ന്. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അടുത്ത വാചകം ശ്രദ്ധിച്ചോണം, റിസീവ് ചെയ്യണം കേട്ടോ. ഞാൻ അവരെ വിട്ടുപിരിയാതെ അവർക്ക് നന്മ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നോട് കർത്താവ് വാക്യത്തിൽ നിന്ന് പറഞ്ഞു, ഒരു നന്മ ഇപ്പൊ ഉണ്ട്, എന്നാൽ പെട്ടെന്ന് അടുത്തത് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ ചങ്ങല പോലെ നന്മകൾ നിങ്ങളെ പിന്തുടരും. നന്മകൾ ചെയിൻ പോലെ വരും. ഒരു ബോഗിയോട് ഒരു അടുത്ത ബോഗി ചേരുന്ന പോലെ, അടുത്ത ബോഗി ചേരുന്ന പോലെ, അടുത്ത ബോഗി ചേരുന്ന പോലെ നന്മകൾ ചങ്ങല പോലെ നിന്നെ പിന്തുടരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറ. നന്മയും കരുണയും ആയുഷ്കാലം നിന്നെ പിന്തുടരുമെന്ന് പറഞ്ഞതുപോലെ ഇതാ നന്മകൾ നിന്നെ പിന്തുടരുന്നു. നന്മകൾ നിന്നെ പിന്തുടരുന്നു. നീ പറയത്തില്ല എല്ലാം ശൂന്യമായി പോയെന്ന്. ഒരു നന്മയെങ്കിലും ദൈവമേ തരണേന്ന്, ഒരു കാര്യങ്ങളും ദൈവമേ തുറന്നു തരണേന്ന്. അങ്ങനെയല്ല പറയേണ്ടത്. ഒരു നന്മയല്ല, ചെയിൻ പോലെ നന്മ വരികയാണ്. ഒരു കാര്യം നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് വരും. ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്തത് വരും. അങ്ങനൊരു സീസൺ വരുന്നു. വരികയല്ല, നീ അതിനകത്താണ്. ഇപ്പോൾ മുതൽ നീ അതിനകത്താണ്. ഇപ്പോൾ മുതൽ നീ അതിനകത്താണ്. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോടെ ആമീൻ പറഞ്ഞോട് പറ. നീ അതിനകത്താണ്. നീ അതിനകത്താണ്. അടുത്ത വാചകം ശ്രദ്ധിക്കൂ. ഞാൻ അവരിൽ സന്തോഷിച്ച് പൂർണ്ണ ഗുണം ചെയ്യും. ഞാൻ അവരെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഈ ദേശത്ത് നടും. ചിലതിനെ ദൈവം നടുവാൻ പോകുകയാണ്. ഇനി ആ ദൂതന്റെ അടുത്ത ഭാഗം കേൾക്കൂ. ആരും പറിച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ ദൈവം ചിലതിനെ ഉറപ്പിക്കാൻ പോകുന്നു. ഈ വർഷം തിരുവനന്തപുരത്ത് ആരും പറിച്ചു കളയാത്ത വണ്ണം ചിലതിനെ ഉറപ്പിക്കാൻ പോകുന്നു. ജീസസ് വെള്ളിനെ ഉറപ്പിക്കാൻ പോകുന്നു. കൊല്ലത്ത് ഉറപ്പിക്കാൻ പോകുന്നു. അഞ്ചൽ ഉറപ്പിച്ചതുപോലെ എറണാകുളത്ത് ഉറപ്പിക്കാൻ പോകുന്നു. ഭരിക്കാൻ കഴിയാത്ത വിധത്തിൽ വേറുറപ്പിക്കുന്നു. ഭരിക്കാൻ കഴിയാത്ത വിധത്തിൽ വേറുറപ്പിക്കുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമീൻ പറ. ഞാൻ അവനെ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ കൊണ്ട് നട്ടുകളയും. ഞാൻ പിരിച്ചു പഴിയാൻ കഴിയാത്തവണ്ണം ഞാൻ അവരെ നടും. നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗം നടുകയാണ്. ഒരു പുതിയ സീസണിലേക്ക് ഞാറ് നടുന്നതുപോലെ നിന്നെ നട്ടുപിടിപ്പിക്കുകയാണ്. ആർക്കും പറിച്ചു കളയാൻ കഴിയാത്ത വിധത്തിൽ ഒരു നടലുണ്ടാകുന്നു. ഒരു നടലുണ്ടാകുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അവസാനത്തെ വാക്യം. ഇതെല്ലാവരും എഴുന്നേറ്റ് വന്നോണം കേട്ടോ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവോ? പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് വലിയ കാര്യമാണ്. ഞാൻ അടുത്ത കാലത്തും എവിടെയും പ്രസംഗിച്ചോ പ്രവചിച്ചോ ഇല്ലാത്തൊരു കാര്യം. യെശയ്യാവ് യെരമ്യാവ് 32 അതിന് 43 വാക്യം. മനുഷ്യനും മൃഗങ്ങളും ശൂന്യമായി കിടക്കുന്നു, കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്ന ഈ ദേശത്ത് അവർ നിലങ്ങളെ വിലയ്ക്ക് വാങ്ങും. ബൈബിളിൽ ഈ വാക്യം മാത്രമേ ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ വായിക്കാൻ കുറച്ചും കൂടെ സുഖമായി കേൾക്കാൻ. പീപ്പിൾ വിൽ ബൈ ഫീൽ ഫോർ മണി. നെക്സ്റ്റ് വേർഡ് സൈൻ ഡീഡ്സ്. നെക്സ്റ്റ് വേർഡ് സീൽ ദം. നിങ്ങൾ ചില ഡീഡുകളെ സൈൻ ചെയ്യാനായി പോകുന്നു. ജീസസ് വേൾഡ് ട്രിവാൻഡ്രം ചില ഡീഡുകളെ സൈൻ ചെയ്യുന്നു. ചില ഡീഡുകളെ സൈൻ ചെയ്യുന്നു. ചില വസ്തുവകകളെ സൈൻ ചെയ്യുന്നു. ചില ഇടപാടുകളെ സൈൻ ചെയ്യുന്നു. കൽദയരുടെ പട്ടണം പിടിക്കണം. കൽദയരുടെ പട്ടണം പിടിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, കൽദയരുടെ പട്ടണം പിടിക്കണം. ഓഹോ 5-6 പേരോട് അടുത്ത് ചെന്നിട്ട് പറ,
പട്ടണം പിടിക്കുന്ന സമയം, പട്ടണം പിടിക്കുന്ന സമയം, പട്ടണം പിടിക്കുന്ന സമയം, പിടിക്കുന്ന സമയം, പട്ടണം പിടിക്കുന്ന സമയം. സമയം. എസെക്കിയേലിന്റെ പുസ്തകം 36:38 ശൂന്യമായി പടർന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവത്തിലെ യെരൂശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യനാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. യഹോവേ എന്ന് നീ അറിയും. ശൂന്യമായത് നിറയും മാത്രമല്ല, മനുഷ്യനാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. വസ്തുവകകൾ സീൽ ചെയ്യും, Hallelujah. നന്മകൾ സീൽ ചെയ്യും. Yes. ചിലരോട് ദൂത് പറയട്ടെ, ഞാൻ എല്ലാവിടുത്തെ ആളുകളെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ നടക്കാത്തതുകൊണ്ടാ വിളിക്കാത്തതാ, ഇതിനകത്ത് നിൽക്കാൻ സ്ഥലമില്ല. നിങ്ങളുടെ ലോണ് ഇന്ന് ക്ലോസ് ആകും. Amen. പ്രമാണങ്ങൾ തിരികെ കിട്ടും, Oh. പ്രമാണങ്ങൾ തിരികെ കിട്ടും. Yes. വേണ്ടവർ എടുത്തോണം. പ്രമാണങ്ങൾ തിരികെ കിട്ടും. Amen. പണയമായി പോയത് തിരികെ വരും. Oh. പ്രമാണങ്ങൾ തിരികെ വരും. Hallelujah. ചില വസ്തുവകകൾ സീൽ ചെയ്യും. Amen. നീ കണ്ടുവെച്ചത് സ്വന്തമാക്കും, Amen. നന്മകളെ അവകാശമാക്കും. Amen. ചിലതിനകത്തേക്ക് ഞാൻ കയറുകയാണ്, ചില നന്മകളിലേക്ക് പ്രവേശിക്കുകയാണ്. Hallelujah. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് പറ, കൽദയരുടെ പട്ടണം പിടിക്കണം, കൽദയരുടെ പട്ടണം പിടിക്കണം, വസ്തുവകളെ പിടിക്കണം, വസ്തുവകൾ പിടിക്കണം. അതിനെ മുദ്രയിട്ട് സീൽ ചെയ്യണം. Amen. കമോൺ, കൈകളിട്ട് ചുരി ആമേൻ പറ. Amen. ആയിരം 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 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. ആയിരം 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 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളുണ്ടാ, പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളുണ്ടാ. ഒരിക്കൽ കൂടെ പാടി പാടി സ്തുതിച്ചിടാം. ആർക്കെങ്കിലും ഡാൻസ് കളിക്കണേ വാ. ആയിരം 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 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. ഒന്ന് തുള്ളി ചാടിക്കേ. ആയിരം 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 നന്മകൾ. ഓ, പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളെല്ലാം പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളെല്ലാം. ആരെങ്കിലും സന്തോഷിക്കുന്നോ? Amen. കൊള്ള കണ്ടു കിട്ടിയവരെ പോലെ സന്തോഷിക്കേ. ഞാൻ സീൽ ചെയ്യാൻ പോവാ, വസ്തുവക വാങ്ങി എഴുതാൻ പോവാ. നിങ്ങൾ ആരെങ്കിലും വീടോ വസ്തുവകകളോ എഴുതിയിട്ടുണ്ടോ? ജീവിതത്തിൽ എഴുതിയിട്ടുള്ളവരുന്ന കരങ്ങൾ ഉയർത്തിക്കേ. നിങ്ങളോട് പറയാം, വസ്തുവക വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദമുണ്ട്, വയറ് നിറയത്തില്ല, അതങ്ങ് ഒഴുകുന്ന പോലെ തോന്നും. അങ്ങനെ ഒന്ന് ചിന്തിച്ചേ, അങ്ങനെ ആനന്ദം ഒന്ന് അനുഭവിച്ചേ. എന്നിട്ട് ആ വീട് കൈ കിട്ടിയെന്നൊന്ന് കണ്ടേ. എന്നിട്ട് ആ കൈ കിട്ടിയ വീട്, ആധാരം എഴുതിയ വീട്, ആധാരം എഴുതിയ തോട്ടം, ആധാരം എഴുതിയ പ്രധാന വസ്തുക്കൾ അത് കയ്യിലുണ്ടോ? 100 ഏക്കർ സ്ഥലം, പട്ടണത്തിൽ 1.5 ഏക്കർ സ്ഥലം. ആയിരം 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 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. ആയിരം 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 നന്മകൾ പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളെല്ലാം പാടി പാടി സ്തുതിച്ചിടാമേ. യേശു ചെയ്ത നന്മകളെല്ലാം പാടി പാടി സ്തുതിച്ചിടാമേ. ആർക്കും പറിച്ചു നടാൻ കഴിയാത്ത വിധത്തിൽ, ആർക്കും നിങ്ങളെ വേര് പറിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ നിങ്ങളെ ആ ദേശത്ത് നടുകയാണ്. ദൈവം ഒരു വ്യക്തിയെ സ്ഥിരമാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം ഒത്തിരി വലുതാണ്. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയുന്നതല്ല, ദൈവത്തിൻ്റെ ചിന്തകൾ അതിനപ്പുറമാകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയാണോ ഭയപ്പെട്ടായിരിക്കുന്നത്, അല്ല എവിടെയാണോ സ്ഥിരമല്ല എന്ന് പറഞ്ഞായിരിക്കുന്നത്, നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ആ വേരിയേഷനെ കാണുന്നത്, എന്നാൽ കർത്താവ് പറയുകയാണ്, ഒരു സ്വസ്ഥതയെ കർത്താവ് തരുന്നു. ദൈവം നിങ്ങളെ അവിടെ സ്ഥിരമായി നടാൻ പോവുകയാണ്. അതിനെ ആർക്കും പറിച്ചു കളയാൻ കഴിയത്തില്ല.
ആർക്കും പറിക്കാൻ കഴിയാത്ത വിധത്തിൽ അവൻ നിങ്ങളെ അവിടെ നടാൻ പോവുകയാണ്. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയാം. വലിയ മഹത്വത്തെ കർത്താവ് നിങ്ങളുടെ മേൽ പകരുകയാണ്. മറ്റുള്ളവർ പറയുന്ന വിധത്തിൽ, ആ മഹത്വത്തെ പറയുന്ന വിധത്തിൽ, ദൈവത്തിൻ്റെ നന്മയെ വിവരിക്കുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളുടെ മേൽ ചിലത് ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അളവറ്റ ശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു സാക്ഷ്യപ്പെട്ടാണ് സിസ്റ്റർ നിൽക്കുന്നത്. കഴിഞ്ഞ സൺഡേ സിസ്റ്ററിന് കഠിനമായ ചെസ്റ്റ് പെയിൻ ആയിരുന്നു. അത് കാരണം മീറ്റിങ്ങിന് വരാൻ സാധിച്ചില്ല. ഓൺലൈൻ മീറ്റിംഗാണ് അറ്റൻഡ് ചെയ്തത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ആ വേദന നിയന്ത്രിക്കാൻ പറ്റാതായപ്പോഴത്തേക്കും അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ECGയിൽ വേരിയേഷൻ കണ്ടതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ റെഫർ ചെയ്തു. പക്ഷേ ആ സമയത്ത് തന്നെ സിസ്റ്റർ ബ്രദറിന് ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടി ഹസ്ബൻഡിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ സിസ്റ്റർ പറയുന്നു, ബ്രദർ ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പാറശാലയിലേക്ക് പോകുന്ന സമയമാണ്, ഒരിക്കലും ആ മീറ്റിംഗ് കാണാനുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ സിസ്റ്റർ പ്രാർത്ഥനയോടെ അത് കാണണമേ എന്നുള്ളൊരു ആഗ്രഹത്തോടെ ആയിരുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും കിംസിലെ കാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയി. പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡ് ഫോണ് സിസ്റ്ററിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച സമയത്ത് സിസ്റ്റർ പറയുന്നു, ഫോണിലേക്ക് നോക്കിയപ്പോൾ ബ്രദർ അത് കണ്ടിരുന്നു. ആ തിരക്കിനിടയിലും ബ്രദർ അത് കണ്ടിട്ട് ഭയപ്പെടേണ്ട, ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത് ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞ സമയം മുതൽ തന്നെ സിസ്റ്ററിൻ്റെ ആ ചെസ്റ്റ് പെയിൻ പൂർണ്ണമായി മാറിപ്പോയി. പക്ഷേ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ, ആ ഡോക്ടേഴ്സ് അത് കൂടുതൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ECG എടുത്തു, എക്കോ എടുത്തു. പക്ഷെ അതിലൊന്നിലും ഒരു കുഴപ്പമില്ല. നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഈ ചേച്ചിയുടെ മെസ്സേജ് കണ്ടത് ഓർമ്മിക്കുന്നു. ഞങ്ങൾ സോളി ഞാനും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അതിന് വേണ്ടി. ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി. ഒരു സാക്ഷ്യം കൂടെ പറയാനുള്ളത്, സിസ്റ്ററിൻ്റെ മകൻ സൗത്ത് ആഫ്രിക്കയിലാണ്. 6 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇടയ്ക്ക് ഒരു പ്രാവശ്യം അബോർഷനായി പോയെന്ന് പറയുന്നു. പക്ഷേ ബ്രദർ സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് മകൻ അവിടെ വന്ന മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ സിസ്റ്റർ പറയുന്നത് ഇപ്പോൾ തൻ്റെ മരുമകൾ 5 മാസം ഗർഭിണിയാണെന്നാണ് പറയുന്നത്. സന്തോഷമുള്ള കാര്യമോ? ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു മോളി ആൻറ്റി. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2 രാവിലെ 10:30 മുതൽ സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ, എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം, കുറുക്കഞ്ചേരി. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഈ ദിവസങ്ങൾ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നിങ്ങൾ വാല്യൂ കൊടുത്താട്ടെ, നിങ്ങളുടേതാക്കി അതിനെ സ്വന്തമാക്കിയാട്ടെ. ഈ ദിവസങ്ങളിൽ ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത, ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ എത്താൻ പോവുകയാണ്. നിലങ്ങളെ സ്വന്തമാക്കുകയും വീടുകളെ സ്വന്തമാക്കുകയും ദേശങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് കർത്താവിൻ്റെ നന്മ ചലിക്കുകയാണ്, സഭയിൽ ചലിക്കുകയാണ്. പുതിയൊരു മുഖത്തെ നമുക്ക് കാണാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ഞങ്ങൾ കേട്ട ഓരോ ആലോചനകളും നിവൃത്തിയാകുന്ന വിധത്തിൽ ആ വീടുകളിൽ, ആ ഹൃദയങ്ങളിൽ ആ ശബ്ദം വസിക്കട്ടെ അപ്പാ. ആ ദൈവത്തിൻ്റെ ആലോചനകൾ വസിക്കട്ടെ അപ്പാ. അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതട്ടെ അപ്പാ. ഈ നാളുകളിൽ അവരത് സ്വന്തമാക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ അത്ഭുത കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ഓരോ കുടുംബങ്ങളും ദൈവമഹത്വം അനുഭവിക്കട്ടെ. ഓരോ കുടുംബങ്ങളും കർത്താവേ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് വരട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവേ, ദേശങ്ങളെ സ്വന്തമാക്കട്ടെ അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അടുത്ത തലമുറ ക്രിസ്തുവിൽ വേരൂന്നി ഉറച്ചു നിൽക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദേശത്ത് ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണം അപ്പാ. തൈറോയ്ഡ് ഗ്ലാൻഡിൽ സർജറി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കുന്നത് കാണാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ചില കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ ദൈവത്തിൻ്റെ സൗഖ്യം ആ വ്യക്തിയുടെ മേൽ ചലിക്കുന്നത് കാണാം. കർത്താവേ, അവിടുന്ന് കൊടുക്കുന്ന വിടുതലിനായി നന്ദി പറയുന്നു. സർജറി കൂടാതെ അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. നല്ല മഞ്ഞ ഡ്രസ്സിട്ടൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ചലിക്കുന്നത് കാണാം. കർത്താവ് ആശ്വസിപ്പിക്കുന്നത് കാണാം, വിടുവിക്കുന്നത് കാണാം. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ. കർത്താവിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവേ, അവിടുത്തെ വിടുതലിനായി നന്ദി പറയുന്ന കർത്താവേ.
നടുവിന് പ്രയാസമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ഒരു സൈഡിലോട്ട് ചരിയാൻ പ്രയാസമാണ്. ഇടയ്ക്കിടയ്ക്ക് നീരുണ്ടാകുന്ന ഒരു അനുഭവമുണ്ട്. കർത്താവെ, ആ ഭാഗത്ത് നിൻ്റെ കരം ചലിക്കണമപ്പാ, അവിടുത്തെ സാന്നിധ്യം ചലിക്കണമപ്പാ, പൂർണ്ണമായൊരു വിടുതലിലേക്ക് വരട്ടെ. ഇപ്പോഴാ വേദന മാറിപ്പോകണം കർത്താവെ, ആ നീര് വറ്റിപ്പോകണം കർത്താവ്. ആ ശത്രു ഇനി ആ ശരീരത്തെ തൊടരുത്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ എന്നെ കാണുന്ന കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചലിക്കണം. അപ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ അവിടുത്തെ അത്ഭുതകരം ചലിക്കണം. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഓരോ ദിവസവും ഉയർന്നു വരാം. ഗോഡ് ബ്ലെസ് യു.